അതായത് ജനുവരി ഫെബ്രുവരി മാസങ്ങളിൽ അയോധ്യയിലേക്ക് കർസേവകർ ധാരാളമായി ഗുജറാത്തിൽ നിന്നും അഹമ്മദാബാദിൽ നിന്നും ഒക്കെ കർസേവകർ പോവുകയും അവിടെ സന്ദർശിച്ചിട്ട് മടങ്ങുകയും ചെയ്യുന്നൊരു സീസണാണ്. സബർമതി എക്സ്പ്രസ് എന്നൊക്കെ പറഞ്ഞ ട്രെയിനുകളിലാണ് ഇങ്ങോട്ട് മടങ്ങി വരുന്നതും അങ്ങോട്ട് പോകുന്നതൊക്കെ ഈ കർസേവകരായ ആളുകൾ. അത് കുറേ ആളുകളുണ്ടാവും. ജനുവരി ഫെബ്രുവരി മാസങ്ങളിലാണ് അതിൻ്റെ ഒരു ഒഴുക്ക്, കാരണം തണുപ്പ് കാലമാണ്. അപ്പോൾ ഈ ട്രെയിൻ ബോഗിക്കകത്ത് നിറയെ ആളുകളുണ്ടാവും. ഇവർ ഈ ഗോധ്രയിൽ വരുമ്പോൾ ഗോധ്ര റെയിൽവേ സ്റ്റേഷൻ്റെ ഒരു പ്രത്യേകിച്ച് ഗോധ്ര റെയിൽവേ സ്റ്റേഷനോട് തൊട്ട് ചേർന്ന് ഒരു കോളനിയുണ്ട്. അതായത് സിഗ്നൽ ഫലിയ എന്ന് പറയുന്ന ഒരു പ്രദേശമാണത്. അവിടെ ഒരു ചെറിയ കോളനിയാണ്. ഈ കോളനി മുഴുവൻ തിങ്ങിപ്പാർക്കുന്ന മുസ്ലിം സമുദായത്തിൽപ്പെട്ടവരാണ്. മാത്രമല്ല ഈ ഗോധ്ര റെയിൽവേ സ്റ്റേഷനിലെ സാധനങ്ങൾ വിൽക്കുന്നതും കച്ചവടക്കാരും ചായ വിൽക്കുന്നതും ഒക്കെ ആളുകൾ മിക്കവാറും മുസ്ലിംസാണ്. അപ്പോൾ ഈ കർസേവകർ തിരിച്ചു വരികയും അങ്ങോട്ട് പോവുകയൊക്കെ ചെയ്യുമ്പോൾ ഇവരുമായിട്ട് എപ്പോഴും ഉരസുക ഒരു പതിവാണ്. അതായത് ഒരു മതത്തിൻ്റെ പേരിലല്ലേ മറ്റൊരു മതക്കാരനാണെന്നുള്ള ചിന്തയോടുകൂടി ഒരുത്തനുമായിട്ട് ഏറ്റുമുട്ടാനോ തർക്കിക്കാനോ പോകുന്നതിനേക്കാൾ നാണം കെട്ട ഒരു പരിപാടിയില്ല. ഞാനെപ്പോഴും ചിന്തിക്കുന്നൊരു കാര്യം, ഒരു മനുഷ്യൻ സ്വന്തം മതത്തെ ആയിരിക്കണം വിമർശിക്കേണ്ടത്. മറ്റവൻ അവൻ്റെ മതത്തെ വിമർശിക്കട്ടെ. ഞാൻ എൻ്റെ മതത്തെ വിമർശിക്കുകയും നിങ്ങൾ നിങ്ങളുടെ മതത്തെ വിമർശിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ അടുത്ത സുഹൃത്തുക്കളാവും, നമ്മുടെ മതവും വിമർശന വിധേയമാവും, പരിഷ്കരിക്കപ്പെടും. നിങ്ങൾക്ക് നിങ്ങളുടെ അയൽക്കാരൻ്റെ അമ്മയെ വിമർശിക്കുന്നതിന് പകരം നിങ്ങളുടെ അമ്മയെയും നിങ്ങളുടെ മക്കളെയും നിങ്ങളുടെ സഹോദരങ്ങളെയും നിങ്ങൾ വിമർശിക്കുകയും നന്നാക്കാൻ ശ്രമിക്കുകയും ചെയ്യൂ. അവൻ്റെ വീട്ടുകാരനെ നന്നാക്കാൻ ശ്രമിക്കട്ടെ. അതിന് പകരം നീ അവൻ്റെ വീട്ടുകാരനെ നന്നാക്കാൻ ശ്രമിക്കും, അവൻ നിൻ്റെ വീട്ടുകാരനെ നന്നാക്കാൻ ശ്രമിക്കും. ഈ പറഞ്ഞ അശ്ലീലമാണ് ഇന്ത്യയിലെ ഈ മതസ്പർദ്ധയുടെ കാരണം. ഇതേ വികാരമുള്ള അതിസാധാരണക്കാരും വിവരശേഷമില്ലാത്തവരുമായ ആളുകളായിരുന്നു ഈ തീർത്ഥാടകരായി പോയവരും ഇവിടെ കച്ചവടം നടത്തിയവരെന്നുള്ളത് നമുക്ക് വ്യക്തമാണ്. അതുകൊണ്ടാണല്ലോ മതം രണ്ട് മതമാണെന്നുള്ളതിൻ്റെ പേരിൽ അവിടെ വെച്ചൊരു ഫ്രിക്ഷൻ ഉണ്ടാകുന്നത്. ഇവിടെ കേരളത്തിൽ നമുക്ക് അങ്ങനെ സങ്കല്പിക്കാൻ കഴിയില്ലല്ലോ. അത്രയുണ്ടായിരുന്നുള്ള അവരുടെ നിലവാരം, അത്രയുണ്ടായിരുന്നുള്ള അവരുടെ ചിന്താഗതി. ആ നിലവാരത്തിലേക്ക് വളരാനാണ് ഇപ്പോൾ കേരളം ശ്രമിക്കുന്നതെന്നുള്ളതാണ് നാണക്കേടിൻ്റെ മറ്റൊരു അവസ്ഥ. ഈ 2002 ഫെബ്രുവരി 27 രാവിലെ അയോധ്യയിൽ നിന്ന് മടങ്ങുന്ന കർസേവകരുമായിട്ട് 7 മണി കഴിഞ്ഞപ്പോൾ ഈ ഗോധ്രയിലെ റെയിൽവേ സ്റ്റേഷനിൽ സബർമതി എക്സ്പ്രസ് വന്ന് നിന്നു. എന്തോ സാധനത്തിൻ്റെ പേരിൽ ഇവർ തമ്മിൽ കുറേ കശപിശയുണ്ടായി, ഉന്തും തള്ളുമൊക്കെ ഉണ്ടായി. ട്രെയിൻ പുറപ്പെട്ടു പോകുമ്പം കുറച്ച് പേർക്ക് ഈ ഉന്തും തള്ളും എന്തോ ഒരു കശപിശയുടെ പേരിലോ എന്തോ കാരണത്താൽ ഈ വന്ന കുറച്ച് പേർ കയറി പോകാൻ പറ്റിയില്ലെന്നാണ് പറയപ്പെടുന്നത്. ഏതായാലും കുറച്ചങ്ങോട്ട് ഓടിക്കഴിയുമ്പോഴത്തേക്കും ഇവർ കയറിയില്ല എന്ന് തിരിച്ചറിഞ്ഞിട്ട് അകത്തുള്ളവരാണോ വേറെ ആരെങ്കിലും ആണെന്ന് അറിയില്ല, ഈ ട്രെയിൻ ഈ സിഗ്നൽ ഫലിയെ അടുത്ത്, അതായത് ഒരു കഷ്ടിച്ച് 1/2 കിലോമീറ്റർ അങ്ങോട്ട് ഓടിയ ട്രെയിൻ പയ്യെ ആരോ ചങ്ങല വലിച്ച് നിർത്തി അവിടെ നിന്നു. ഈ നിന്നപ്പോഴത്തേക്കും ഈ ഫ്രിക്ഷൻ ഉണ്ടായല്ലോ, ഇവർ തമ്മിലൊരു വഴക്കുണ്ടായി. തന്നെയല്ല കുറേ നാളുകളായിട്ട് ഈ വഴക്കുണ്ട്. അപ്പോൾ ഇതിനു വേണ്ടി കാത്തിരുന്ന മട്ടിൽ ഈ കോളനിയിൽ നിന്ന് ഈ ആളുകൾ, ഈ സിഗ്നൽ ഫലിയുടെ പരിസരത്തിലെ കോളനിയിൽ നിന്നൊക്കെ ആളുകൾ ഓടി നിന്ന ട്രെയിനിൻ്റെ അടുത്തേക്ക് എത്തിയെന്നാണ് പറയപ്പെടുന്നത്. വന്നു, ട്രെയിൻ നിന്നു. കുറച്ച് കഴിയുമ്പോൾ കാണുന്നത് ഈ S6, X7 കോച്ചുകളിൽ തീ ആളിപ്പടരുന്നതാണ്. അത് പറയുന്നത് അന്വേഷണ ഉദ്യോഗസ്ഥർ പറയുന്നത്, ചിലർ പറയുന്നു ഈ ട്രെയിൻ നിന്ന് കഴിഞ്ഞപ്പോൾ ഈ ഓടിക്കൂടിയവർ മണ്ണെണ്ണയിൽ മുക്കിയ തുണി കൊണ്ട് ഇതിനകത്തേക്ക് തീ എറിഞ്ഞു എന്നും ഇവരാണ് പുറത്തു നിന്ന ഈ സിഗ്നൽ ഫലിയയിലുള്ള ആളുകൾ, ആ കോളനിവാസികളാണ് ഈ ട്രെയിനിനെ ഈ ബോഗിക്കകത്ത് തീയിട്ടതെന്ന് പറയുന്നു. വേറെ ചിലർ പറയുന്നു അതിനകത്ത് ഇവർ പാചകം ചെയ്തതിൽ നിന്ന് പടർന്നതാണെന്ന്. പക്ഷേ പിന്നീട് ശാസ്ത്രീയമായിട്ട് തെളിഞ്ഞ് പാചകം ചെയ്തതല്ല എന്ന് തെളിയുന്നു. ഏതായാലും ഈ S6ഉം X7ഉം തീ ആളി പടർന്നു. ഏതാണ്ട് 57 പേര് പുറത്തിറങ്ങാനാവാതെ അതിനകത്ത് വെന്തു മരിച്ചു. രാജ്യം മുഴുവൻ ഞെട്ടുന്ന വാർത്തയായി മാറി. രാജ്യത്തിനപ്പുറം ഗുജറാത്ത് മുഴുവൻ കാട്ടുതീ പോലെ ഈ വാർത്ത പടർന്നു. ഗുജറാത്ത് കലാപം ആളിപ്പടരാൻ തുടങ്ങി. ഞാൻ ഈ ചരിത്രമൊക്കെ ഓർത്തുകൊണ്ട് ഈ പാളത്തിലൂടെ നടന്നു. നമുക്ക് ആ പാളത്തിലൂടെ പോകാം, ഷൂട്ട് ചെയ്യാം. അങ്ങനെ ചെല്ലുമ്പോൾ ഒരു ഭാഗത്ത്, ഒഴിഞ്ഞൊരു ഭാഗത്ത് 2 കോച്ചുകൾ കത്തിക്കരിഞ്ഞ മലയിൽ അന്ന് കിടപ്പുണ്ട്. ഞാൻ അതിനടുത്തേക്ക് ചെന്നു. 60ഓളം ജീവൻ കരിഞ്ഞു പോയ 2 കോച്ചുകൾ. അന്ന് പൂർണ്ണ രൂപത്തിൽ തന്നെയാണ്, പക്ഷേ തീ ആളിപ്പടർന്നതിൻ്റെ പാടുകളുണ്ട്. അതിനകത്താണ് നിരവധി ജീവിതങ്ങൾ പൊലിഞ്ഞു പോയത്. അവർക്കൊക്കെ ഈ പറഞ്ഞ വർഗീയതയിൽ എന്തെങ്കിലും പങ്കുണ്ടോയെന്നറിയില്ല. നിരപരാധികളും അതിൽ കരിഞ്ഞു പോയിട്ടുണ്ടാവാം. ആ ബോഗിയിൽ നിന്ന് കത്തിപ്പടർന്ന തീ ഗുജറാത്തിലാകെ പിന്നെ ഇന്ത്യയിലാകെ പടരുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. ആ ദുരന്തത്തിൻ്റെ പ്രതീകത്തിന് അടുത്ത് അതിൻ്റെ ദൃശ്യങ്ങളും പകർത്തിക്കൊണ്ട് ഞാനങ്ങനെ മരവിച്ച് നിന്നവിടെ. മാന്യപ്രേക്ഷകർക്ക് നമസ്കാരം. നിങ്ങൾ കേട്ടില്ലേ, നമ്മുടെ കേരളത്തിലെ ഏറെക്കുറെ എല്ലാ ആളുകളും അംഗീകരിക്കുന്ന സഞ്ചാരിയായിട്ടുള്ള സന്തോഷ് ജോർജ് കുളങ്ങര ഗോത്ര ട്രെയിൻ തീവപ്പിനെ കുറിച്ച് പറഞ്ഞതാണ് നിങ്ങൾ കേട്ടിട്ടുള്ളത്. നമുക്കറിയാം, എമ്പുരാൻ സിനിമയുമായി ബന്ധപ്പെട്ട് നമ്മുടെ കേരളത്തിൽ വലിയ വിവാദങ്ങളും ചർച്ചകളും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. ഒടുവിൽ
ഈ സിനിമയുമായി ബന്ധപ്പെട്ട ആളുകൾ തന്നെ മുന്നോട്ട് വെക്കുന്നു. ജനങ്ങളുടെ വലിയ പ്രതിഷേധത്തെ മാനിച്ചുകൊണ്ട് 17 ഭാഗങ്ങൾ വെട്ടിമാറ്റുമെന്നുള്ളത് സിനിമയുമായി ബന്ധപ്പെട്ടുള്ള ആളുകൾ തന്നെ ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് മുന്നോട്ട് വെക്കുന്നുണ്ട്. എന്തുകൊണ്ടാണ് ബോധമുള്ള മലയാളികൾ എമ്പുരാൻ സിനിമയ്ക്കെതിരെ പ്രതിഷേധവുമായിട്ട് എത്തിയത് എന്നതിന്റെ പ്രധാനപ്പെട്ട കാരണം ഗുജറാത്ത് കലാപം ഉണ്ടാവാനുള്ള കാരണമായിട്ടുള്ള ഗോത്ര ട്രെയിൻ തീവപ്പിനെ കുറിച്ച് ഒരക്ഷരം മിണ്ടാത്തത് കൊണ്ടു തന്നെയാണ്. ബോധമുള്ള മലയാളികൾ ഈ സിനിമയ്ക്കെതിരെ വലിയ പ്രതിഷേധവുമായിട്ട് രംഗത്തെത്തിയിട്ടുള്ളത്. ഈ ഒരു സിനിമ ഇറങ്ങിയതോട് കൂടിയിട്ട് ഗുജറാത്ത് കലാപം ചർച്ചയായതോട് കൂടിയിട്ട് വലിയ രീതിയിൽ ഇതിന്റെ കാരണമായിട്ടുള്ള ഗോത്ര ട്രെയിൻ തീവപ്പ് എങ്ങനെ നടന്നു എന്നുള്ളതും മലയാളികൾ വലിയ രീതിയിൽ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഈ സിനിമ ഇറങ്ങിയതിലൂടെ യഥാർത്ഥത്തിൽ പൊതുസമൂഹത്തിലുണ്ടായ റിസൾട്ട് എന്ന് പറയുന്നത് മുമ്പ് പണ്ടുകാലം മുതലേ ഇവിടെയുള്ള രാഷ്ട്രീയ പാർട്ടികൾ പല ആളുകളും തീവ്ര ചിന്താഗതിക്കാരും മൗദൂദികളും ജിഹാദികളും ഏതു സമയത്തും ഗുജറാത്ത് കലാപമായിരുന്നു ഉയർത്തിപ്പിടിക്കാറുള്ളത്. എന്നാൽ ഇന്ന് ഈ ഒരു കാലഘട്ടത്തിൽ വളരെ വ്യക്തമായിട്ട് എങ്ങനെ ആ കലാപം ഉണ്ടായി എന്നതിനെ കുറിച്ചാണ് നമ്മുടെ കേരളത്തിൽ വലിയ രീതിയിൽ ചർച്ച നടക്കുന്നത്. വലിയ റിസൾട്ടാണ് ഈ ഒരു സിനിമയുമായി ബന്ധപ്പെട്ട് ഈ ഗോത്ര ട്രെയിൻ തീവപ്പിനെ കുറിച്ച് ആളുകൾ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നത്. ഈ ഗോത്ര ട്രെയിൻ തീവപ്പ് വളരെ വ്യക്തമാണ്. നമ്മുടെ നാഷണൽ മീഡിയാസുകളിലൊക്കെ വളരെ വ്യക്തമായിട്ട് ഡോക്യുമെന്ററി ആയിട്ട് വാർത്തകളൊക്കെ ആയിട്ട് മുന്നോട്ട് വെക്കുന്നത് ഈ ഒരു ട്രെയിൻ ഈ ഗോത്ര റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തുന്ന സമയത്ത് അവിടെ ആ ഒരു സ്ഥലത്ത് നിന്ന് ജിഹാദികൾ ട്രെയിനിലേക്ക് പ്രവേശിക്കുന്നു. ഇവരുമായി ബന്ധപ്പെട്ട സന്തോഷ് ജോർജ് കുളങ്ങര പറഞ്ഞത് കേട്ടില്ലേ, അവിടുത്തെ ആ ഒരു സാഹചര്യം, അവിടെയുള്ള ഒരു അന്തരീക്ഷം, അതൊക്കെ തന്നെ സന്തോഷ് ജോർജ് കുളങ്ങര മുന്നോട്ട് വെക്കുന്നുണ്ട്. അത് ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ ഏതൊരാൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും, ട്രെയിൻ മുന്നോട്ട് പോകുന്ന സമയത്ത് ഒരു ജിഹാദി ട്രെയിൻ ചെയിൻ വലിച്ച് നിർത്തുന്നു, മറ്റു ജിഹാദികൾ വരുന്നു, വലിയൊരു തീവപ്പ് നടത്തുന്നു. അതിന്റെ ഭാഗമായിട്ട് 60ഓളം ആളുകള് കൊല്ലപ്പെടുന്നു. നമ്മൾ പ്രത്യേകം മനസ്സിലാക്കണം, 23 പുരുഷന്മാര്, 15 സ്ത്രീകള്, 20 കുട്ടികള്, മൊത്തം 58 പേരാണ് ഈ ട്രെയിൻ തീവപ്പില് കൊല്ലപ്പെടുന്നത്, ജിഹാദികൾ കൊല്ലപ്പെടുത്തുന്നത്. ഇത് ഈ ഒരു കൊലക്ക് നേതൃത്വം കൊടുത്ത ജിഹാദികള് വധശിക്ഷയാണ് നമ്മുടെ പരമോന്നത കോടതി വിധിച്ചിട്ടുള്ളത്. ആ ശിക്ഷ വിധിച്ചിട്ടുള്ള ഈ ആളുകളുടെ പേര് വിവരങ്ങൾ ഞാനൊന്ന് വായിച്ചു കേൾപ്പിക്കാം. 11 പേർക്കെതിരെയാണ് വധശിക്ഷ നമ്മുടെ കോടതികൾ പ്രഖ്യാപിച്ചത്. ഞാനൊന്ന് വായിക്കാം ഓരോ പ്രതികളുടെയും പേര്. ഒന്ന് ബിലാൽ ഇസ്മായിൽ, അടുത്തത് അബ്ദുൽ റസാഖ് മുഹമ്മദ് ഗുർഗർ, അടുത്തത് രംജാനി ബിനിയാമിൻ ബഹ്റ, അടുത്തത് ഹസൻ അഹമ്മദ് ചർഗ, അടുത്തത് ജാബിർ ബിനിയാമിൻ ബഹ്റ, അടുത്തത് മെഹബൂബ് ഖാലിദ്, അടുത്തത് സലീം എന്ന സൽമാൻ, യൂസഫ് സത്താർ സർദ, അടുത്തത് സുറാജ് മുഹമ്മദ്, അടുത്തത് ഇർഫാൻ മുഹമ്മദ്, അടുത്തത് ഇർഫാൻ അബ്ദുൽ മജീദ്, അടുത്തത് മെഹബൂബ് അഹമ്മദ്. ഇത്തരത്തിലുള്ള 11 പേർക്കെതിരെയാണ് ഈ തീവപ്പുമായി ബന്ധപ്പെട്ട് വധശിക്ഷ നമ്മുടെ കോടതികൾ വിധിച്ചിട്ടുള്ളത്. ഈ ഗോത്ര ട്രെയിൻ തീവപ്പിനെ തുടർന്നാണ് ഗുജറാത്ത് കലാപമൊക്കെ തന്നെ ഉണ്ടായിട്ടുള്ളത്. നമ്മൾ എടുത്തു പറയുന്നു, ഓരോ കലാപത്തെയും അംഗീകരിക്കാൻ സാധിക്കില്ല. സാധാരണക്കാർ കൊല്ലപ്പെടുന്നത് അംഗീകരിക്കാൻ ഒരിക്കലും സാധിക്കില്ല. വലിയ വേദനയാണ് എവിടെ ലോകത്തെവിടെ എന്ത് കലാപം നടന്നു കഴിഞ്ഞാലും. പക്ഷേ എമ്പുരാൻ സിനിമയുമായി ബന്ധപ്പെട്ട് ബോധമുള്ള മലയാളികൾ മുന്നോട്ട് വെക്കുന്നത് വളരെ വ്യക്തമാണ്. ഗുജറാത്ത് കലാപം മാത്രം പറഞ്ഞുകൊണ്ട് ഇവിടെ ജിഹാദികൾക്ക് വേണ്ടി, മൗദൂദികൾക്ക് വേണ്ടി, തീവ്ര ചിന്താഗതിക്കാർക്ക് വേണ്ടി പൊളിറ്റിക്കൽ ഒളിച്ചു കടത്തൽ വളരെ വ്യക്തമാക്കി സിനിമ ചെയ്യുന്നുണ്ട്. അത് ശരിയല്ല, അത് അംഗീകരിക്കാൻ പറ്റില്ല. ജനാധിപത്യപരമായിട്ടുള്ള അവകാശം ഉപയോഗിച്ചുകൊണ്ട് തന്നെയാണ് സിനിമയ്ക്കെതിരെ ബോധമുള്ള മലയാളികൾ പ്രതികരിക്കുന്നത്. 17 ഭാഗങ്ങളാ പ്രതിഷേധത്തെ തുടർന്ന് സിനിമയുടെ ആളുകൾ തന്നെ വെട്ടിമാറ്റാൻ തീരുമാനത്തിലേക്ക് എത്തിയിട്ടുള്ളത്. നമ്മൾ ഇവിടെ മനസ്സിലാക്കേണ്ട വളരെ പ്രധാനപ്പെട്ട മറ്റൊരു യാഥാർത്ഥ്യം കൂടിയുണ്ട്. ലോകത്ത് എവിടെ
ഇത്തരത്തിലുള്ള ഒരു കലാപങ്ങൾ നടക്കുകയാണെങ്കിലും നമുക്കറിയാം ഹമാസ് ഇസ്രായേൽ വിഷയമെടുത്താൽ ഹമാസ് അവിടേക്ക് പോയിട്ട് ചൊറിഞ്ഞിട്ടുള്ളതാണ്. ലോകത്തെവിടെ ജിഹാദികള് ആക്രമണത്തിന് തുനിഞ്ഞിറങ്ങിയാലും ജിഹാദികൾ പോയിട്ട് ചൊറിയും, തിരിച്ച് നല്ല രീതിക്ക് കിട്ടും. ഇതാണ് ലോക ചരിത്രത്തില് ആഗോളതലത്തില് ബോധമുള്ള ഓരോ മലയാളിയും തിരിച്ചറിയുന്നത്. ഈ യാഥാർത്ഥ്യം സാധാരണ മുസ്ലിങ്ങളും ഉൾക്കൊണ്ടുകൊണ്ട് സകല ജിഹാദികളെയും തള്ളി പറയണം. ജിഹാദികൾ കാരണമാണ് ഗോത്ര ട്രെയിൻ തീവപ്പുണ്ടായത്, അതിനെ തുടർന്ന് വലിയ കലാപങ്ങൾ ഉണ്ടായത്. ഈ ഒരു യാഥാർത്ഥ്യം സകല ആളുകളും തിരിച്ചറിയണം. ഈ ഗോത്ര ട്രെയിൻ തീവപ്പിനെ കുറിച്ച് സിനിമ പറയാതെ മുന്നോട്ട് പോകുന്നത് കൊണ്ട് തന്നെ ഇന്ന് കേരളത്തിലെ ഓരോ ആളുകളും ഗോത്ര ട്രെയിൻ തീവപ്പ് കാരണമാണ് ഗുജറാത്ത് കലാപം ഉണ്ടായത് എന്ന യാഥാർത്ഥ്യം തിരിച്ചറിഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. ഏതായാലും ഈ സിനിമ ഇറങ്ങിയത് കൊണ്ട് വലിയൊരു സമൂഹത്തിന് ഗുജറാത്ത് കലാപം എങ്ങനെയുണ്ടായി, ഇതിന്റെയൊക്കെ കാരണക്കാര് ആരാണ് എന്ന് വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നു. പ്രത്യേകിച്ച് ഈ ഒരു കാലഘട്ടം എന്ന് പറയുന്നത് ഹമാസ് ഇസ്രായേലിനെ ചൊറിഞ്ഞിട്ട് അടി വാങ്ങിക്കൊണ്ടിരിക്കുന്നത് വ്യക്തമായിട്ടറിയാം. അതേപോലെ തന്നെയാണ് ഈ ഗുജറാത്ത് കലാപവും, അതായത് ഗോത്ര ട്രെയിൻ തീവപ്പ് തുടങ്ങി നടന്നത് തന്നെയാണ്. ഈ ഒരു യാഥാർത്ഥ്യമാണ് ഈ സിനിമ ഇറങ്ങിയതോട് കൂടിയിട്ട് സകല ആളുകളും തിരിച്ചറിഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഒരു കലാപത്തെയും ബോധമുള്ള ഒരാൾക്കും അംഗീകരിക്കാൻ സാധിക്കില്ല. പക്ഷേ ഒരു ചരിത്ര സിനിമ ഇറക്കുമ്പോൾ ആ ചരിത്രത്തോട് അനീതി കാണിച്ചാൽ ബോധമുള്ള മലയാളികൾ പ്രതികരിക്കും. ആ പ്രതികരണത്തിന്റെ വിജയം തന്നെയാണ് 17 ഭാഗങ്ങൾ സിനിമയുടെ ആളുകൾ തന്നെ മാറ്റുമെന്നും കട്ട് ചെയ്യുമെന്ന് പറഞ്ഞതും സകല ആളുകളും തിരിച്ചറിയുക. ഗോത്ര ട്രെയിൻ തീവപ്പ് സന്തോഷ് ജോർജ് കുളങ്ങര തന്നെ വ്യക്തമായിട്ട് പറഞ്ഞതും സകല ആളുകളും തിരിച്ചറിയുക.